ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമായിട്ടാണ്. പോർക്ക് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ പോർക്ക് എടുത്ത് വേവിച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നെയ്യ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, മിളക് ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ചധികം തന്നെ പെപ്പർ പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ എണ്ണയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി, പോർക്കിൻ്റെ നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവിച്ച് പോർക്കിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള നെയ്യാണത്. ഇത് നമുക്ക് വല്ല ഉപ്പേരി കാച്ചാനൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കൂർക്കയോ അല്ലെങ്കിൽ കായയൊക്കെ കാച്ചാനായിട്ടും ഈ പോർക്കിൻ്റെ നെയ്യ് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മൂത്ത് നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടണം. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നല്ലപോലെ മൊരിയിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കാരണം ഡ്രൈ ഫ്രൈ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കാൻ പോവാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തു. കുറച്ചധികം എരിവുള്ള ഒരു ടൈപ്പ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഇത്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞിയ ഉള്ളിയാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് ഇളക്കി മൊരിയിച്ചെടുക്കാം. ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ നമ്മൾ മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കളറും കിട്ടും, എരിവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാലയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ആ പൊടിയും നമ്മുടെ മറ്റേ ഈ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച പോർക്കും കൂടി ചേർത്ത് കൊടുക്കാം. പോർക്ക് വേവാനായിട്ട് 5 വിസിൽ വരെ എടുക്കാം കേട്ടോ. നല്ലപോലെ വെന്താലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഇതാ നമുക്ക് ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ പോർക്ക് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ നെയ്യൊക്കെ നമ്മളിങ്ങനെ ഡ്രൈ ആക്കും തോറും ഉരുകി വരാൻ തുടങ്ങും. അങ്ങനെ കാണുന്ന നെയ്യാണ് ആ പാത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോ കമൻസും വളരെ വാല്യുബിൾ ആണ് കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.